ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കുട്ടി 16th ക്ലാസ് തുടങ്ങുമായിരുന്നു കേട്ടോ. ബാഗ് റെഡിയാക്കി വെച്ചതായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് മഴ കാരണം ലീവ് കിട്ടിയത്. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം ബാഗും എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് അവൾ ഇതുവരെ പ്ലേ സ്കൂളിലേക്കോ അംഗൻവാടിയിലേക്കോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് പോവുമായിരുന്നു കേട്ടോ. അംഗൻവാടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നല്ലാതെ പോയി ഇരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വിജയമതയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഞാനും അവിടെ പഠിച്ചത് 10th വരെ. അതുപോലെ തന്നെ ഞാനൊരു 1 ഇയർ അവിടെയാണ് കേട്ടോ ടീച്ചറായി വർക്ക് ചെയ്തതും. കോൺവെൻറ്റ് സ്കൂളുകൾ മാത്രമല്ല, എല്ലാ സ്കൂളുകളും പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം തുടങ്ങുന്നത്. പക്ഷേ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും പ്രെയർ ചെയ്ത് തുടങ്ങുന്ന ഇനോഗ്രേഷനൊക്കെ എല്ലാവരും ഉണ്ടാവും. പക്ഷേ കുറേ നേരം പ്രെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് ഷാഡിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും പാരൻസിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനോഗ്രേഷന് നമ്മുടെ എന്തോ ഒരു ഭാഗ്യം പോലെ ഈ കുട്ടീനെ പെട്ടെന്ന് വിളിച്ചു കേട്ടോ. മുൻപ് പ്ലാൻ ചെയ്തൊന്നുമല്ല. അവളവിടെ ഫ്രണ്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റഡായി നിൽക്കുന്നതുകൊണ്ട് ഈ കുട്ടീനെയും വേറൊരു കുട്ടീനെയും കൂടെ ഇനോഗ്രേഷൻ്റെ പാട്ടാക്കി കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. കാരണം അവൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടിങ്ങനെ പോവുക, അതുപോലെ ഇതൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ മടിയൊന്നുമില്ലാതെ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മളെന്തായാലും പ്രതീക്ഷിക്കാതെ ഫസ്റ്റ് തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബോണസ് ആണല്ലോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പിന്നെ ബലൂൺസൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ അവരുടെ സീനിയേഴ്സായ UKGക്കാരുടെ കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഈ കുട്ടിക്ക് എവിടെ ഡാൻസ് ഉണ്ടായാലും അവിടെ പോയി കളിക്കണം എന്നാണ് ഞങ്ങൾ പിടിച്ച് നിർത്തിയത് കേട്ടോ. കാരണം സ്കൂളിൽ നമുക്ക് അങ്ങനെ അല്ല, LKG കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു പിടുത്തമുണ്ടാകുമല്ലോ. പക്ഷേ കുട്ടികൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളിക്കുന്നതൊക്കെ കാണാൻ. ഞാൻ ബാക്കിലായിരുന്നു. നല്ല ക്രൗഡഡും ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയിൽ കൂടെ കയറിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ബാക്ക്ഗ്രൗണ്ടായത്, അല്ല ബാക്കിലായത് കേട്ടോ. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ലിങ്കിരി പട്ടാളം എന്നുള്ള പാട്ടാണ് കേട്ടോ. ആ രസത്തിലാണ്. അതിനുശേഷം പിന്നെ ഒരു ട്രീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ വെക്കുന്ന അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ കുട്ടി ഇങ്ങനെ ഇടയിൽ കൂടെ പോയി ഭയങ്കര ചാടിക്കറി ചെയ്യുമായിരുന്നു. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ത്രൂ ഔട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ കുഴപ്പമില്ല, ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഫോട്ടോസൊക്കെ കുറേ എടുത്തു കേട്ടോ. സമാധാനത്തിലെല്ലാം ചെയ്യാനുള്ള ടൈം നമുക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 1 വീക്ക് നമുക്ക് ഹാഫ് ഡേ ആയിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം എൻട്രി ആണ് കേട്ടോ. ഈ കുട്ടി ആദ്യമായിട്ട് അവളുടെ ബ്ലോക്ക് ഇതാണ് കേട്ടോ. LKG pre-KG ബ്ലോക്കാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയൊക്കെ pre-KGയിൽ ചേർത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചേർത്ത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ 4 വയസ്സിലേ ചേർത്തുള്ളൂ. അതുകൊണ്ട് 3:30-3:45 ആൾക്കാരെയൊക്കെ pre-KGയിലാണ്. അപ്പോൾ അതുകൊണ്ട് LKGയിലൊക്കെ കുട്ടികൾ കുറവായി. കാരണം pre-KGയിലേക്കാണ് ഇനിയിപ്പോൾ കുട്ടികൾ കൂടുതലും. 4 വയസ്സായ ഈ കുട്ടിക്ക് കറക്റ്റ് മെയ് 27th ആയതുകൊണ്ട് 4 വയസ്സായി ചേർത്തി. അങ്ങനെയായിരുന്നു കേട്ടോ. ഇതാണ് ഈ കുട്ടിയുടെ ക്ലാസ്. LKG B ആണ് കേട്ടോ. രാജി ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. രാജി ടീച്ചർ എൻ്റെ ആൻറ്റിയാണ്, എൻ്റെ മാമൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മേമ ഇപ്പം എൻ്റർ ചെയ്യുന്നില്ലേ, മേമ അവിടുത്തെ ടീച്ചറാണ്. LKG UKGയുടെ ഒക്കെ ടീച്ചറാണ് കേട്ടോ. ഈ കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. വേഗം വന്ന് കയറിയൊക്കെ ഇരുന്നു കേട്ടോ. കുട്ടികളൊക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വന്നിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് നേരം നിന്നൊന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. അടുത്തുള്ള ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇരിക്കണ്ട എന്നുള്ളൊരു ബേസാണ് കേട്ടോ. കുട്ടികൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവൾ പൊതുവെ കരയാറില്ല ഇയാൾ. പക്ഷേ എങ്ങാനും എല്ലാവരും കരയുമ്പോൾ എന്നാൽ ഒരു കമ്പനി കൊടുത്താലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ബലൂൺസും
കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.